കുറേ ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നില്ല. ഇന്നത്തോട് കൂടിയിട്ട് ഞാൻ വളരെ എന്താ പറയുക സീരിയസ് ആയിട്ടുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഇടതുപക്ഷ പ്രസ്ഥാനം ഏറ്റവും അതിശക്തമായ സമരം നടത്തിയ ഒരു കേസായിരുന്നു സോളാർ കേസ്. ആ സോളാർ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നും ഇവിടെ അതിലെ കേസുമായി ബന്ധപ്പെട്ട വാദികൾക്ക് നീതി കിട്ടിയില്ല എന്നുമൊക്കെയുള്ള ഒരു ചർച്ച ഇന്നും രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പം സോളാർ കേസ് കയറി വരാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കയച്ച ആ കേസിനെ സംബന്ധിച്ച് അതെങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു വോയിസ് മെസ്സേജാണ് നിങ്ങളെ ഇന്ന് കേൾപ്പിക്കാനുള്ളത്. വളരെ പ്രധാനമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആ പാർട്ടി നടത്തിയ ഏറ്റവും നീണ്ടുനിന്ന അതിശക്തമായ ലക്ഷക്കണക്കിന് സഖാക്കൾ തിരുവനന്തപുരം വരെ വന്ന് പട്ടിണി കിടന്ന് ക്യാമ്പ് ചെയ്ത് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് നടത്തിയ ധീരോദാത്തമായ സമരം നമ്മളാരും മറന്നിട്ടില്ല. ആ സംവിധാനത്തെയും ആ പാർട്ടിയെയും ഇടതുപക്ഷ മുന്നണിയെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും നന്നായി വഞ്ചിച്ചുകൊണ്ട് ആ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ഈ ഫോൺ സന്ദേശത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അതിൻ്റെ പ്രധാന ഉത്തരവാദി ഈ പറയുന്ന MR അജിത് കുമാർ ആണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ആ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകാം അദ്ദേഹം. അതൊക്കെ ഇനി അന്വേഷിക്കുന്ന നാളെ ഇതിനൊക്കെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ അന്വേഷിക്കട്ടെ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇന്നലെയും മിനിയാന്നുമായി ഞാൻ നടത്തിയ പത്രസമ്മേളനങ്ങളിൽ ഒരു ഒറ്റ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഞാൻ പൂർണ്ണമായിട്ടും വാർത്തകളൊന്നും കേട്ടില്ല, എൻ്റെ അനലൈസ് റിപ്പോർട്ടുകൾ കേട്ടില്ല. രാത്രി 11:30 മണിക്ക് റിപ്പോർട്ടർ TVയിലെ പ്രിയപ്പെട്ട ഡോക്ടർ അരുൺ ഇന്നലത്തെ പത്രസമ്മേളനവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ, അതായത് ചില കാര്യത്തിൽ ഞാൻ ഹോംവർക്ക് ചെയ്യാതെയാണോ, കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, ഹോംവർക്ക് ചെയ്യാതെയാണോ ഈ വിഷയങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുകയാണ്. അപ്പോൾ അതിലൊരു ക്ലാരിഫിക്കേഷൻ. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് സാജൻ സ്കറിയ വിഷയത്തിൽ, ഈ വയർലെസ് ചോർത്തിയ വിഷയമല്ലാത്ത ഒരുപാട് കേസുണ്ട്, അവിടെ നിൽക്കട്ടെ, വിഷയത്തിൽ ഇതിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കണമെന്ന് പറഞ്ഞ് ഈ പറയുന്ന വീഡിയോ ഉൾപ്പെടെയാണ് ഞാനന്ന് DGPക്ക് കത്ത് നൽകുന്നത്. അങ്ങനെ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഈ പറയുന്ന MR അജിത് കുമാറുമായി സംസാരിച്ചപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് എവിഡൻസ് ആക്ടിലെ 2000-66F നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു വെറുപ്പ് വന്നുണ്ടാവും. എന്താ ചങ്ങാതി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊരു വളരെ പ്രധാനമായൊരു വിഷയമാണ്. 66F നിൽക്കില്ല എന്ന് അദ്ദേഹം ഒരു വാദം ഉന്നയിച്ചു. അപ്പം ഞാൻ ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ടുണ്ട്, നമ്മളെ വക്കീൽമാരെടുത്ത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ആ സെക്ഷനെ കുറിച്ചും ആ ആക്ടിനെ കുറിച്ചും എന്തിനാണ് അത് ഉണ്ടാക്കിയതിനെ കുറിച്ചൊക്കെ വിശദമായി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഒരു പണി ചെയ്യാം, അത് ലീഗൽ ഒപ്പീനിയന് കൊടുക്കാം ഹൈക്കോടതിയിൽ. ഞാൻ മനസ്സിലാക്കുന്നത് ലീഗൽ ഒപ്പീനിയൻ കൊടുത്തു, ലീഗൽ ഒപ്പീനിയൻ തിരിച്ചു കൊടുത്തു. എന്താ ലീഗൽ ഒപ്പീനിയൻ? ഈ പറയുന്ന 2000-ലെ ഈ ആക്ട് 66F പറയുന്നത് പോലീസ് സേനയുടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള സേനകളുടെ ലോ ആൻഡ് ഓർഡറോ അല്ലെങ്കിൽ ഈ രാജ്യം കാക്കുന്നവരെ ഏത് സേനയായാലും അവരുടെ മെസ്സേജുകൾ ചോർത്തപ്പെട്ടാൽ അത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടാണ്, ഇലക്ട്രോണിക്സ് എവിഡൻസ് ആക്ടിലാണ് വരുന്നത്. അപ്പോൾ കേരളത്തിലെ ഈ പറയുന്ന വയർലെസ് സിസ്റ്റവും അവർ കൊടുത്ത ഒപ്പീനിയൻ തന്നെ അങ്ങനെയാണ്. വെദർ ഇറ്റ് ഈസ് കണക്റ്റഡ് ഓർ ഇൻ്റഗ്രേറ്റഡ് വിത്ത് the software computer system, it will attract.
അത് കമ്പ്യൂട്ടറുമായി സോഫ്റ്റ്വെയറുമായി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ആർക്കറിയില്ല. ഈ ലീഗൽ ഒപ്പീനിയൻ കൊടുക്കുന്ന വക്കീലിന് അറിയില്ല, DGPക്ക് അറിയില്ല, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. അദ്ദേഹം പറഞ്ഞ വെദർ ഇറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ് വിത്ത് വയർലെസ് ആൻഡ് ദ കമ്പ്യൂട്ടർ, വെദർ ഇറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ് വിത്ത് ദ കമ്പ്യൂട്ടർ സിസ്റ്റം, സോഫ്റ്റ്വെയർ സിസ്റ്റം, ഇറ്റ് വിൽ അട്രാക്ട് 66F ആണ്. അപ്പൊ പിന്നെ അത് പരിശോധിക്കേണ്ട ആരാ? പോലീസാണ്. ഇന്റഗ്രേറ്റഡ് ആണ് കേരളത്തിൽ. ആ ഇന്റഗ്രേറ്റഡ് ആണെങ്കിൽ അത് പ്രകാരം കേസെടുക്കണം. അപ്പോ ഡോക്ടർ അരുൺ പറഞ്ഞത് അങ്ങനെ ഒരു ഒപ്പീനിയൻ വാങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്ന് MLA പരിശോധിച്ചിട്ടില്ല എന്നാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ ലീഗൽ ഒപ്പീനിയൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പരിശോധിക്കണം. പ്രിയപ്പെട്ട ഡോക്ടർ അരുൺ, അതിന് ഒരു വിവരാവകാശം കൊടുക്കണം നിങ്ങൾ DGP ഓഫീസിൽ. ഞാൻ അങ്ങനെ വെളിവില്ലാതെ പറഞ്ഞ കാര്യമില്ല, എൻ്റെ ബോധ്യത്തിൻ്റെയും എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ്. പ്രിയപ്പെട്ട അരുൺ അത് അന്വേഷിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, വിജിലൻസ്, അതായത് നമ്മുടെ നിയമസഭാ പ്രസംഗവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗം, തിരുവനന്തപുരം സ്വദേശി ആഫീസാണ് വിജിലൻസ് കോടതിയിൽ ഈ പ്രസംഗത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ പെറ്റീഷൻ പോകുന്നു. അങ്ങനെ വിജിലൻസിനോട് പ്രഥമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആ പ്രഥമ റിപ്പോർട്ടിലാണ് ഇതിലൊരു കഴമ്പുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഇത് ഫയൽ ചെയ്യുന്നത്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, എന്നോട് ചോദിച്ചില്ല, കാര്യങ്ങൾ അന്വേഷിച്ചില്ല എന്ന്. അപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞത് അത് ക്രൈംബ്രാഞ്ച് വേറെ ADGP ആണ്. ഞാൻ ആ സമ്മേളനത്തിൽ തന്നെ പറയുന്നുണ്ട് അത് വേറെ ADGP എന്ന് എനിക്കറിയാം. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് സൂപ്പർ DGP ആണ് ആര്? അജിത് കുമാർ. അദ്ദേഹം എല്ലാത്തിലും ഇടപെടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ടോർപിഡ് ചെയ്യപ്പെട്ടത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു ബോധവും വിവരമില്ലാതെ അല്ല അത് പറഞ്ഞത്. ആ കാര്യം കൂടി ആ സമ്മേളനത്തിൽ ഞാൻ എവിടെയോ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം നിങ്ങളെയും കൂടി അറിവിലേക്ക്, പ്രിയപ്പെട്ട അരുണിൻ്റെയും കൂടി അറിവിലേക്കാണ്. എവിടെയാ വിനോദ് കുമാർ? ക്രൈംബ്രാഞ്ച് ADGP വിനോദ് കുമാർ ആയിരുന്നു അന്ന് ഞാൻ ഈ പരാതി ഓഫീസ് കൊടുക്കാം. അദ്ദേഹം രാജിവെച്ചു പോയി. അദ്ദേഹം പോലീസിലേ ഇല്ല ഇപ്പോ, മനസ്സിലായോ? അദ്ദേഹം പോയി. അങ്ങനെ അതിന്റെ കാരണം എന്താ നിങ്ങൾ അന്വേഷിച്ചോളൂ. അപ്പൊ ഞാൻ ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാണ്. മറ്റൊരു കാര്യം, നിങ്ങൾ ഒരുപാട് പണി നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു പണി തരാം. എനിക്ക് കിട്ടിയൊരു വിവരമാണ്. കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ രേഖകൾ കിട്ടിയിട്ടില്ല. നിങ്ങൾ അന്വേഷിക്കണ്ടേ? ഇപ്പൊ ഫോൺ ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുന്ന കാര്യം. നിങ്ങൾക്കൊക്കെ തിരുവനന്തപുരത്തൊക്കെ സ്റ്റുഡിയോവും സ്റ്റാഫൊക്കെ ഉള്ളവരല്ലേ. നമ്മുടെ ഈ ADGP അജിത് കുമാർ ഒരു വലിയ കൊട്ടാരം പണിയുന്നുണ്ട്. എവിടെ അറിയോ? തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കേരളത്തിന്റെ അഭിമാനമല്ലേ. ആ കവടിയാർ കൊട്ടാരത്തിന്റെ കോമ്പൗണ്ടിലാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായ ബഹുമാനപ്പെട്ട MA യൂസുഫ് അലി സാഹിബ് വീടുള്ളത്. കവടിയാർ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിന്റെ ഹെലിപ്പാഡുള്ളത്. അതിന് തൊട്ടടുത്ത് 10 സെന്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന MR അജിത് കുമാറിന്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 12 സ്ഥലം അദ്ദേഹത്തിന്റെ അളിയന്റെ പേരിലാണ്. ഇന്നലെ ഈ കോർപ്പറേഷനിൽ കൊടുത്ത പ്ലാന് എടുക്കാൻ വേണ്ടി വൈകുന്നേരമാണ് ഇതിന്റെ ഒരു കറക്റ്റ് ഏകദേശം വിവരം കിട്ടുന്നത്. ശ്രമം നടത്തിയിട്ട് കിട്ടിയിട്ട് ഒരുപക്ഷെ ഇന്ന് കിട്ടുമായിരിക്കും. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 12,000 സ്ക്വയർ ഫീറ്റ് ആണോ 15,000 സ്ക്വയർ ഫീറ്റ് ആണോ എന്ന് നമുക്ക് വിവരം തന്ന ആളുകളുടെ അടുത്ത് കൃത്യമായ വിവരമില്ല. അത് കോർപ്പറേഷനിൽ നോക്കിയാലേ അറിയുള്ളൂ. അത് ദയവായി നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇപ്പൊ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ ആളുകൾ പോയി നോക്കും. ആ നാട്ടുകാർക്കൊക്കെ അറിയത് ഈ ചങ്ങാതിൻ്റെതാണെന്ന്. കവടയാർ കൊട്ടാരത്തിലെ ഭൂമിയുടെ വില അറിയോ? 60 തൊട്ട് 75 ലക്ഷം രൂപയാണ് മിനിമം. MA യൂസുഫ് അലി സാഹിബ് വീടുണ്ടാക്കാൻ തിരുവനന്തപുരത്ത് ഒരു സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ എവിടെയാണെന്ന് ഇപ്പൊ നമുക്ക് ഊഹിക്കാലോ. അപ്പൊ അദ്ദേഹത്തിന്റെ വീടിനടുത്ത് ഒരു അഴിമതി ഇല്ല, ഒരു കള്ളക്കച്ചവടം ഇല്ല. അഭായി ചെരുപ്പേ ഇടുള്ളൂ, 25 രൂപയുടെ കുപ്പായ ഇടൂ, ഒരു കീറി പറഞ്ഞ പാൻറ്റേ ഇടുള്ളൂ. പാവപ്പെട്ട ADGP. അപ്പൊ ദയവായി നിങ്ങൾ അതും കൂടി ഒന്ന് അന്വേഷിക്കണം. എന്നിട്ട് എനിക്ക് അതൊന്ന് TV-യിലൊന്ന് കാണണമെന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ നിങ്ങളുടെ സബോർഡിനേറ്റ്സിനെ ഒന്ന് വിളിച്ചു പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
മറ്റൊരു പ്രധാന വിഷയം നിങ്ങളുമായി പങ്കുവെച്ചപ്പം കൊന്നും കൊല്ലിച്ചും ശ്രീദാസ് തന്നെ പറയുന്നുണ്ട്, വേണ്ടി വന്നാൽ കൊല്ലാനും കൊല്ലിക്കാനും അദ്ദേഹത്തിന് അറിയാം. അപ്പൊ കേട്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിൽ പ്രധാനമായി ഞാൻ സൂചിപ്പിച്ചിരുന്ന എടവണ്ണ കേസായിരുന്നു. എടവണ്ണയിൽ നിദാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തലക്ക് വെടിയേറ്റ് മരണപ്പെട്ട ഒരു സംഭവം ഏകദേശം 1.5 വർഷം മുമ്പാന്ന് തോന്നുന്നു എനിക്കുണ്ട്. എൻ്റെ നാട്ടിൽ, എൻ്റെ അടുത്താണ്, 1-2 കിലോമീറ്റർ. അന്നേ ഇതിൻ്റെ ദുരൂഹതകൾ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു ഈ പറഞ്ഞ പോലെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മൾ പോയിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, ആ മരിച്ച റിദാന്റെ ഭാര്യയെയും കുടുംബത്തെയും ഇന്നലെ ഞാൻ കണ്ടിരുന്നു. വിശദമായി ആ കുട്ടിയോട് ഈ കാര്യങ്ങൾ വിളിച്ചന്വേഷിച്ചു, ചോദിച്ചു. ആ കുട്ടി പറയുന്നു, ഇപ്പോൾ ആ കേസിൽ ബുക്ക് ചെയ്തിട്ടുള്ള പ്രതിയായി ഇവർ കുറ്റപത്രം കൊടുത്തിട്ടുള്ള ഷാൻ ഒരിക്കലും അത് ചെയ്യൂല. എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്, അവരത്രയും സ്നേഹത്തിലാണ്, ഒരു കാരണവശാലും എനിക്ക് ചെയ്യാൻ കഴിയില്ല. കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട കുടുംബം, അവൻ്റെ പേര് ഷാനാണ് ഇതിലെ പ്രതി, അവരുമായി ബന്ധപ്പെട്ടു എന്ന് സംസാരിച്ചു. അവര് തീർത്തും പറയുന്നു ആ കാര്യം ഈ ഷാൻ ചെയ്തിട്ടേ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ ഷാൻ പ്രതിയാക്കപ്പെട്ടു? ഈ പെൺകുട്ടിയോട് ഈ മരണം നടന്ന് പിറ്റേ ദിവസം പോലീസ് വളരെ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. മരിച്ച റിദാൻ ഫാസിലിന്റെ ഭാര്യ അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ മുന്നിൽ വരും. അവരെ കൊണ്ട് എന്താ പറയിപ്പിക്കാൻ നോക്കിയെന്നറിയാം. ഈ കൊന്നു എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തിയുമായി, ഷാനുമായി അവർക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്ന് അവർ സമ്മതിച്ചു കൊടുക്കണം. ആ അവിഹിത ബന്ധത്തിന്റെ ഭാഗമായി അവളുമായി ഒരുമിച്ച് ജീവിക്കാൻ അവരുടെ ഭർത്താവിനെ അവരുടെ കാമുകൻ ആണ് എന്ന് ഇവർ പറയുന്ന ഈ ഷാൻ വെടിവെച്ചു വന്നാണ്. അങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ വളരെ ഭീകരമായി 3 ദിവസം പോലീസ് മർദ്ദിച്ചു. കുട്ടി, നിങ്ങൾ വെളിച്ചം കാണില്ല, നീ സെൻട്രൽ ജയിലിലേക്കാണ് ഇവിടുന്ന് പോകുന്നത്, നീ അത് സമ്മതിച്ചാൽ നിന്നെ അങ്ങനെ രക്ഷപ്പെടുത്താൻ നോക്കാം, അതുകൊണ്ട് നീ അത് സമ്മതിക്കണം, ഞാൻ ജയിലിലേക്ക് പോയിക്കോളാന്ന് പറഞ്ഞു ആ കുട്ടി. അങ്ങനെ അത് അവരെ സമ്മതിച്ചു കൊടുക്കാത്തതുകൊണ്ട് വേറൊരു വൈരാഗ്യം ഉണ്ടാക്കി. ഒരു സ്റ്റോറി, ഓൾ ബിൽറ്റപ്പ് സ്റ്റോറി. എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ആ ഫുൾ ഫയൽ എടുത്ത കേസ് പഠിച്ചതാ. ഒക്കെ കുക്കപ്പ് സ്റ്റോറിയാണ്. അത് കഴിഞ്ഞ് കൊന്നു എന്ന് പറയുന്ന ഈ ഷാന്റെ കുടുംബം ആ പയ്യനെ 3.5 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്ന് റിപ്പോർട്ട് വരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്. 3.5 ദിവസം, ഈ സംഭവം നടന്ന 3.5 ദിവസം പോലീസ് കസ്റ്റഡിയിൽ അതിമൃഗീയമായി വർദ്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഇവളുമായി ബന്ധമുണ്ട്, അവിധ ബന്ധമുണ്ട് എന്ന് സമ്മതിപ്പിക്കാനുള്ള വലിയ ശ്രമം നടത്തി. അവനും അത് സമ്മതിച്ചില്ല. പിന്നീട് ഈ മരിച്ച റിദാനുമായിട്ട് വേറെ ചില വൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ വിശദീകരിക്കാൻ കഴിയില്ല, കാരണം ഇപ്പം തെളിവിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു കുക്കപ്പ് സ്റ്റോറി ഉണ്ടാക്കി ആ വൈരാഗ്യത്തിനാണ് ഇവനെ കൊന്നത് എന്ന് പറഞ്ഞിട്ട് കേസ് അവിടെ ബ്രേക്ക് ചെയ്യണം. ഈ സംഭവം നടന്നു. ഈ പറയുന്ന ഷാൻ തന്നെയാണ് ഈ മരിച്ച റിദാന് 7 മണിക്ക് അവർ ഒരുമിച്ച്, അതാണ് ആകെ തെളിവ്, വൈകുന്നേരം 7 മണിക്ക് ഇവർ ഒരുമിച്ച് ഇറങ്ങിയെന്നത്. അതുമെന്ന് അങ്ങോട്ട് സ്റ്റോറി കുക്ക് ചെയ്യാം. ഒരുമിച്ച് പോയി എന്നുള്ളത് ശരിയാണ്. അവർ ചായ കുടിച്ചു, അവരൊരു വണ്ടി വാടകയ്ക്ക് എടുത്തിരുന്നു, റെന്റേക്കാരന് ഈ കൊണ്ടോട്ടി ഭാഗത്തുനിന്ന്. അവിടെ ആ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ ഫ്രണ്ടിന് വേണ്ടി, മരിച്ചവന്റെ ഫ്രണ്ടിന് വേണ്ടി എടുത്ത വണ്ടിയിരുന്നു. അപ്പോൾ ആ പൈസ എത്തിയപ്പോൾ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ വിളിച്ചത്. അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇവനെയും കൂട്ടി ഇറങ്ങി ജാമിയ കോളേജിന് അവിടെ എത്തി. അവരൊരു ചായ കുടിച്ച് സിഗരറ്റ് വലിച്ച് പോകാൻ വണ്ടിയില്ല. ഈ വന്നവന്റെ സ്കൂട്ടറിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ വേറൊരു വണ്ടിയും കാത്തു നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇവന് ഫോൺ വന്നു എന്ന് പറഞ്ഞു, ഈ മരിച്ചവന്. അപ്പോൾ ആ ഫോൺ കട്ട് ചെയ്തിട്ട് ഈ ഷാനിനോട്, ഈ കൊന്നു എന്ന് പറയുന്നവനോട് പറഞ്ഞു,
നമ്മളൊന്ന് പോകുന്നില്ല, എനിക്കിൻ്റെ വേറെ ഫ്രണ്ട്സ് വരുന്നുണ്ടെന്നുകൊണ്ട് ഇവരവിടുന്ന് പിരിയാണ്. ഇവനീ സ്കൂട്ടർ ഓടിച്ച് അവൻ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഈ പറയുന്ന ഇവൻ്റെ വീട്ടിന് തൊട്ടടുത്ത മലൻ്റെ മുകളിലാണ് കുന്നുമുറത്തെ സംഭവം ഉണ്ടായത്, നിങ്ങൾക്കറിയാം. അപ്പം ആ വീട്ടിൽ നിന്ന് ഇവൻ്റെ കൂടെ വന്നു എന്ന ഒറ്റ കാരണം വെച്ചിട്ടാണ് ഇവനെ ഇതിൽ പ്രതിയാക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രധാന കാരണമായിട്ട് പോലീസുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ടീമുമായി ബന്ധപ്പെട്ട ചില പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ മരിച്ചവൻ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കരിപ്പൂരിൽ നടക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻ അവൻ്റെ കയ്യിലുണ്ട്. അവൻ്റെ ഫോണ് വേറൊരു കേസിൽ കുടുക്കിക്കൊണ്ട് തട്ടിയെടുക്കാൻ പോലീസ് ഒരു ശ്രമം നടത്തി, അതിൽ പരാജയപ്പെട്ടു. മാത്രമല്ല ചില പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാനിത് വെളിപ്പെടുത്തുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ നീ പൂർണ്ണമായിട്ടും വരാൻ പോകുന്ന അന്വേഷണത്തിൽ പരിധിയിൽ വരേണ്ടതാണ്. അങ്ങനെ ആ ഒരു മോട്ടീവിലാണ് ഇവനെ കൊല്ലിച്ചത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ സൂചിപ്പിക്കുന്നത്. കാരണം അത് വരുന്നത് സുജിത്ദാസിന്റെ അടുത്തേക്കാണ്. അപ്പൊ ആര് കൊന്നു, എങ്ങനെ കൊന്നു? ഇനി സംഭവം കഴിഞ്ഞ ഉടനെ അന്ന് വൈകുന്നേരം തൊട്ട് ഈ പറയുന്ന കൊന്നു എന്ന് പറയുന്ന വ്യക്തിയുടെ വീടും നാടും ഓഫീസും അവനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ മുഴുവൻ പോലീസ് അരിച്ചു പെറുക്കിയിട്ടുണ്ട്. 3.5 ദിവസം കഴിഞ്ഞിട്ട് അവനോട് പറയാണ്, നിന്നെ വീട്ടിലൊന്ന് കൊണ്ടുപോകണം, വീട്ടിലൊരു പോയി വരേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ ഇവര് സെർച്ചിന് പോവുക, ഏത് തോക്ക് കണ്ടെത്തണല്ലോ. പോലീസ് അരിച്ചു പറിക്കുക, 2-3 ദിവസമായിട്ട് പോലീസ് അരിച്ചു പറിക്കുക. പോലീസിന്റെ അറ്റൻഷനിലുള്ള വീടാണ്. ആ വീടിന്റെ അകത്തേക്ക് കയറുന്നു, റൂമിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുന്നു. അപ്പൊ പെട്ടെന്ന് കട്ടിലിന്റെ ചുവട്ടിൽ ചെറിയൊരു പ്ലാസ്റ്റിക് കവർ കാണുന്നു. ഒരു പോലീസുകാരൻ കാലുകൊണ്ട് ഇങ്ങനെ തട്ടി വെക്കുന്നു, അതാ കിടക്കുന്നു തോക്ക്. അങ്ങനെ തോക്ക് റിക്കവറി. ഈ ഫാസിലിന്റെ മരിച്ചവന്റെ കയ്യിൽ 2 ഫോണുണ്ട്. ഒരു ഫോണ് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേഷനിലെ ഫോണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഒന്നാമത് സാധാരണ ഉപയോഗിക്കുന്ന ഫോൺ. ഈ 2 ഫോൺ ഇതുവരെ കിട്ടിയിട്ടില്ല, പോലീസ് റിക്കവറി ഇല്ല. അപ്പോൾ ഈ 2 ഫോണും ഇവൻ എടുത്തു. ആര്? ഈ പേരന്റെ കൺഫ്യൂഷനോ ഈ കൊന്നു എന്ന് പറയുന്നത് എന്താണ്? ഷാൻ. അത് ചാലിയാർ പുഴയിൽ എറിഞ്ഞു എന്ന് നീ പറയണം. എടവണ്ണ പാലത്തിന്റെ മുകളിൽ നിന്ന് എടവണ്ണ പാലത്തിലൂടെ വീട്ടിലേക്ക് പോവാ. അങ്ങനെ അവൻ അവിടെ കൊണ്ടുവരുന്നു, പാലത്തിൽ നിർത്തുന്നു. സിനിമയിലൊക്കെ കാണുന്ന ഇങ്ങോട്ടാണ് എറിഞ്ഞതെന്ന് പറയുന്നു. ഭയങ്കര സ്കൂബ ടീം വരുന്നു, 3-4 ദിവസം മുങ്ങുന്നു, പൊങ്ങുന്നു, ഒരു സംഭവമില്ല. നോക്ക്, എവിഡൻസ് പോയി. 2 ഫോണും മിസ്സിങ്ങാ. ഏറ്റവും വലിയ തെളിവുള്ള സാധനം അതാണ്. ഇങ്ങനെ കുക്കപ്പ് ചെയ്ത കേസ് ഞാൻ മറ്റിലേക്ക് കിടക്കുന്നില്ല, ഞാൻ അത് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം ആ വിഷയം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോ ഇനി നമ്മൾ പ്രധാന വിഷയത്തിലേക്ക് കിടക്കാം. നിങ്ങളിതൊന്ന് കേൾക്ക്. നമസ്കാരം സർ. PV അൻവർ MLA സാറാണെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി സാറിന്റെ നമ്പർ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോ സാറോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഈ രീതിയിലൊരു മെസ്സേജ് അയക്കേണ്ടി വന്നതിൽ സാറിനോട് ആദ്യം തന്നെ ഞാൻ ക്ഷമിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയാത്ത പോലീസിലൊരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. പോലീസിന്റെ വയർലെസ് മെസ്സേജ് സാജൻ സ്കറിയ ചോർത്തിയെടുത്ത് മറുനാടൻ ചാനലിന് പ്രക്ഷേപണം നടത്തിയതിനെതിരെ സാർ നൽകിയൊരു പരാതി ഉണ്ടായിരുന്നല്ലോ, പോലീസ് FIR. അത് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ സാജന്റെ സഹോദരങ്ങൾ ഇടനിലക്കാർ വഴി DGP അജിത് ഒരു സമീപിച്ചിട്ട് സാജനെ ജാമ്യമില്ലാ വകുപ്പോട് ചേർത്തിട്ടൊരു കേസിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 2 കോടി രൂപ വാഗ്ദാനം ചെയ്യും. അപ്പോ അതില് 1.5 കോടി രൂപ 2 തവണയായിട്ട് MLA അജിത് സാർ നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ സമയത്ത് സാറിന്റെ പേര് വെളിപ്പെടുത്താനകത്ത് ഇന്റർനെറ്റ് കോൾ എന്നുള്ളത് ഓർമ്മയുണ്ടോ സാറിന്? അപ്പൊ ആ വിവരം നൽകി ഞാനായിരുന്നു. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് സാർ നൽകിയ പ്രസംഗം മുഴുവനായി ഞാൻ കേട്ടു. അപ്പൊ അതിൽ സാറിന്റെ അടുത്തോട്ടുള്ള ബഹുമാന വിശ്വാസം എനിക്ക് നന്നായിട്ട് കൂടി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പം അജിത് സാറിന്റെ സ്വഭാവവും പ്രവർത്തന രീതിയും സാറിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയത്. ഒരു കമേഴ്ഷ്യൽ കുടുംബത്തിലാണ് സാർ ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സത്യസന്ധതയായിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പരമാവധി ശ്രമിക്കാറുണ്ട്. അജിത് സാർ തികച്ചും ഒരു ഫെമിനിസ്റ്റ് വിരുദ്ധനാണ് സാർ. പുള്ളിയുടെ സമ്പർക്കം മുഴുവൻ സ്വാതന്ത്ര്യമായിട്ടാണ്.
രാഷ്ട്രീയക്കാരിൽ കെ സി വേണുഗോപാൽ സാറും കെ സുരേന്ദ്രൻ സാറും അടുത്ത സുഹൃത്തുക്കളാണ് കൂട്ടുകാർ. ഏറെ ഇതിനകത്ത് തന്നെ സരിത കേസ് ഉണ്ടല്ലോ സാർ, CBI അന്വേഷിക്കും വേണുഗോപാൽ അടക്കമുള്ള എല്ലാ പ്രമുഖരും കുറ്റമുക്തരാക്കപ്പെട്ടതിന്റെ കാരണക്കാരൻ സാർ തന്നെയാണ്. കേസിൽപ്പെട്ട എല്ലാ പ്രമുഖരും നിസ്സാരമായിട്ട് ഈ സ്ത്രീയെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചില മാന്യന്മാരെ മറ്റുള്ളവരിൽ നിന്ന് ആ സ്ത്രീ കൈപ്പറ്റിയ പണം മുഴുവൻ കവറുകയും ചെയ്തത്. അപ്പോ വർഷങ്ങളോളം അവർ ജയിലിൽ തന്നെ നടന്നു. ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോ കേരള പോലീസിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് അവർക്ക് ബോധ്യമാവുകയും ചെയ്തു. പിന്നീടാണ് CBI കേസ് എടുത്തത്. അപ്പോ ഈ സർവേയുമായിട്ട് ഈ കാലഘട്ടത്തിനിടയ്ക്ക് അജിത് സാർ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു സാർ. CBI കേസ് ഏറ്റെടുത്തപ്പോഴേക്കും സാറിന് നിത്യവൃത്തിക്ക് പോലും പണമില്ലാത്ത അവസ്ഥയിലുണ്ടായിരുന്ന സമയം എനിക്കറിയാം. കെ സി വേണുഗോപാൽ സാറിന്റെ നിർദ്ദേശപ്രകാരം അജിത് സാർ നേരത്തെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ കേസ് ആര് അന്വേഷിച്ചാലും ഒരാളും കുറ്റവാളിയാവില്ലെന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു സാർ. അജിത് സാർ ഈ പറയുന്ന പോലെ പല രീതിയിൽ കേരള പോലീസിന് കൊടുത്ത മൊഴിയിൽ നിന്ന് ചില്ലറ മാറ്റം വരുത്തി പറഞ്ഞാൽ സാറിലേക്ക് ജീവിക്കാൻ ആവശ്യമായ പണം പ്രതികളിൽ നിന്ന് വാങ്ങി കൊടുക്കാമെന്ന് പുള്ളി പറഞ്ഞതാണ്. അപ്പൊ അതിനും ഞാൻ സാക്ഷിയാണ്. ഈ വാക്ക് ഉപയോഗിച്ച് CBIയുടെ ലാവലായ പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഓർമ്മയില്ല എന്ന് സാറിന്റെ മറുപടി കാരണം അങ്ങനെയാണ് കാരണം. അപ്പൊ അങ്ങനെയാണ് ജയിലിലേക്ക് കൊണ്ടിരുന്ന പലരിൽ നിന്ന് അസംബ്ലിയിലും പാർലമെന്റിലും വീണ്ടെടുക്കിയത്. സാർ കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ഗ്രൂപ്പുകളിൽ ഒരു ഗ്രൂപ്പായിട്ട് അജിത് സാറിന് കച്ചവടമുണ്ട് സാർ. ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അജിത് സാറിന്റെ ഭാര്യയുടെ തൃശ്ശൂരിലുള്ള ബന്ധുക്കളാണ്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എനിക്കിവിടെ പേഴ്സണലി അറിയാവുന്ന കാര്യമാണ് സാർ. അജിത് സാറിന്റെ ഈ കള്ളക്കടത്ത് രംഗത്തെ സഹായിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് സാർ. പുള്ളിയുടെ സംഘത്തിൽ പെടാത്തവരായ 6 സ്വർണ്ണം കടത്തിക്കൊണ്ട് എയർപോർട്ടിന് പുറത്തെത്തിയാലും മലപ്പുറം SP ആയിരുന്ന സുജിത് സാറിന്റെ നേതൃത്വത്തിലുള്ള ഗോൾഡ് സ്മഗ്ലിംഗ് ഇൻവെസ്റ്റിഗേഷൻ ടീം മിക്കവരെയും പിടികൂടും. ഇതിന്റെ വ്യക്തിഗത അന്വേഷണത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് അജിത് സാർ കണ്ണിയായ ദുബൈയിലെ ഒരു സ്വർണ്ണക്കടത്ത് സംഘം ഇതിന്റെ പുള്ളിയുടെ ബാക്കിലുണ്ടെന്നും ഒരു ചാര സംവിധാനം ഉണ്ടെന്നും ദുബായ് ഹോൾസെയിൽ ഗോൾഡ് മാർക്കറ്റിൽ നിന്ന് മലയാളികൾ 1000 സ്വർണ്ണ ബിസ്ക്കറ്റ് വാങ്ങിയാലും വാങ്ങുന്നതിന് പിന്നിലുള്ള അവർ ഏത് ഓഫീസിലേക്കോ വീട്ടിലേക്കോ പോകുന്നതും മനസ്സിലാക്കുന്നതും ഈ ടീമിന്റെ പിന്നിലുള്ള ബുദ്ധിയാണ്. അതിനുശേഷമാണ് സ്വർണ്ണക്കടത്തുകാർക്കുള്ള സ്വർണം നടത്തുന്നവർക്ക് നാട്ടിലേക്കുള്ള എല്ലാ സഹായം ചെയ്തു കൊടുക്കാനും സപ്ലൈ ചെയ്യുന്ന ഏജന്റുമാരെ അജിത് സാറിന്റെ സംഘം പണം കൊടുത്ത് ബാധിച്ച് ഈ ക്യാരിയർമാരുടെ പാസ്പോർട്ടും ടിക്കറ്റ് ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് മലപ്പുറം SP സുജിത് സാറിന് അയച്ചു കൊടുക്കാനാണ് പതിവ്. അങ്ങനെയാണ് കഴിഞ്ഞ 3 വർഷം കോടിക്കണക്കിന് രൂപയുടെ സ്വർണം എയർപോർട്ടിന് പുറത്തു വെച്ച് മലപ്പുറം പോലീസ് പിടിച്ചെടുക്കുന്നത്. ഇതേ സമയങ്ങളിലൊക്കെ അജിത് സാറിന്റെ സംഘം നിർലോകം സ്വർണം കടത്തുകയും വലിയ തോതിൽ പണം സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് സാർ. ഈ പോലീസ് നടപടിയിലൂടെ പൊതുവെ ഒരു ഗവൺമെന്റ് സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ അജിത് ഗ്രൂപ്പ് ഈ രംഗത്ത് മൊത്തം കൈയടക്കിയ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഈ സന്തത സഹചര്യമായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു മുജീബുണ്ട്. അജിത് സാറിന്റെ വീട്ടിലെ സ്ഥിരം പുള്ളിയുടെ വീട്ടിലെ സന്ദർശകനാണ് ഈ മുജീബ്. അജിത് സാറിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഈ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഈ മുജീബ് അജിത് സാറിന്റെ പുള്ളിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ തന്നെയാണ്. ഞാൻ സ്ഥിരം പുള്ളിയെ കാണാറുണ്ട്. ആരെങ്കിലും എത്രയും പറഞ്ഞ് എന്തെങ്കിലും കേസിന്റെ ഒരു അന്വേഷണം ആയിട്ട് മുന്നോട്ട് വന്നാൽ ഇവര് മൂലക്കിരുന്നു സാറ്. അതൊന്നും ചെയ്യാൻ കഴിയില്ല. അജിത് സാറിന്റെ ഇതിനായിട്ട് IPS ഉദ്യോഗസ്ഥർ വരെയുള്ള വലിയ